ഹലോ ഫ്രണ്ട്സ്, ഒരു ഡിസ്ക്ലൈമർ തരാൻ വന്നതാണ് ഇന്നത്തെ സെക്ഷനെ പറ്റി. സോ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എത്തിക്സ് ആൻഡ് ലോ, എത്തിക്സ് ആൻഡ് വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്. ഈ മൂന്ന് ടോപ്പിക്സാണ് നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻസർ റൈറ്റിംഗ് ഇന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ടോപ്പിക്സ് വാല്യൂസ്, ലോ ആൻഡ് എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്, ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ട്. എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലോ എന്ന് പറയുന്നത് വലിയൊരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഐ വാണ്ട് യു ടു നോ ഇസ് ദാറ്റ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലോയിൽ നിന്നോ വാല്യൂസിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ പറ്റി വരുന്ന ഏത് ചോദ്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. സോ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്തിക്സ് ആൻഡ് നമ്മൾ ഇന്നലെ പഠിച്ച എത്തിക്സുമായിട്ട് ഇത് തമ്മിലുള്ളൊരു ചെറിയ കണക്ഷനും ആൻഡ് വി വിൽ ബി ലേണിംഗ് സം ഡെഫിനിഷൻസ് ആസ് വെൽ ആസ് കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി വരാൻ പോകുന്ന സെക്ഷൻസിനെ പറ്റി ഉള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇന്നത്തെ സെക്ഷൻ കാണുക. ബട്ട് ഡു മേക്ക് ദ നോട്ട്സ് വൈൽ അറ്റൻഡിങ് അവർ സെക്ഷൻ. ഓക്കെ, താങ്ക് യു ഓൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ സെക്ഷൻ. ഹലോ ഫെലോ ആസ്പിറൻറ്റ്സ്. സോ നമ്മുടെ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസിലെ 2ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ് ലെസൺ ആയിരുന്നു നോക്കിയത്. സോ നമ്മൾ ആ മൊഡ്യൂളിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള തീംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ആൻഡ് നമ്മൾ എത്തിക്സ് എന്താണെന്ന് പഠിച്ചു, എത്തിക്സിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ജസ്റ്റ് യൂസിങ് കോമൺ സെൻസ് അല്ലേ, നമുക്ക് ജസ്റ്റ് ചിന്തിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു. ആൻഡ് നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ GS പേപ്പറിൽ യൂസ് ചെയ്ത ചില എക്സാമ്പിൾസും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ക്ലാസ് കാണുമ്പോൾ തന്നെ എല്ലാവരും നോട്ടും പ്രിപ്പയർ ചെയ്ത് പോയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ നോട്ട് OneNoteലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ഐ ആൾസോ അഡ്വൈസ് യു പീപ്പിൾ ടു ഫോളോ OneNote. ആക്ച്വലി നമുക്ക് ഇച്ചിരി അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ, യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നമുക്കത് ഒന്ന് പ്രിസൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ ഇച്ചിരി എളുപ്പമായിരുന്നു. അതുപോലെ നമുക്കൊരു എത്തിക്സിന്റെ ചോദ്യങ്ങൾ വരുമ്പം തിങ്ക് ചെയ്യേണ്ട കുറച്ച് ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എത്തിക്സിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടതും 2-3 രീതിയിൽ ചിന്തിച്ച് പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവരണം അല്ലേ. അതായത് എത്തിക്സ് എന്ന പേപ്പറിൽ തന്നെ പരമാവധി പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരുന്നതിലാണ് മാർക്ക്. ആ ഓരോ പേഴ്സ്പെക്റ്റീവും നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് എഴുതണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കറിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, സോ അങ്ങനെ പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡയമെൻഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു. അതായത് പേഴ്സണൽ ലെവലിൽ നിന്ന് ചിന്തിക്കുക, സൊസൈറ്റി ലെവലിൽ നിന്ന് ചിന്തിക്കുക, അതുപോലെ ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലേ, നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സാം ആണ്. സോ ആ ഒരു ലെവലിൽ നിന്ന് ചിന്തിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും പഠിച്ചിരുന്നു ഈ 3 ലെവലിൽ നിന്നും. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അതായത് പേഴ്സണൽ ലെവൽ എത്തിക്സ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഇല്ലെങ്കിൽ എന്ത് പറ്റും. ഓക്കെ, ആ രണ്ടിടത്തും ഇപ്പം ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എഴുതായിരുന്നു. ഇപ്പോൾ ഹോണസ്റ്റി ആണ് ഇഷ്യൂ എങ്കിൽ രണ്ടിടത്തും ഹോണസ്റ്റി ഇല്ലെങ്കിൽ, ഇൻഡിവിജ്വൽ ലെവലിൽ ഹോണസ്റ്റി ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആൾക്കാർ നമ്മളെ വിശ്വസിക്കില്ലല്ലേ അല്ലേ. ഹോണസ്റ്റി ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ആൾക്കാർ നമ്മളെ വിശ്വസിക്കും. സോ നമുക്കത് വേണമെങ്കിൽ ഗാന്ധിയുടെ എക്സാമ്പിൾ രണ്ടിടത്തും എഴുതാം. ഓക്കെ, ഹോണസ്റ്റി ഉള്ളെങ്കിലുള്ള പ്രശ്നവും ഉള്ളെങ്കിലുള്ള നല്ല കാര്യവും ഇല്ലെങ്കിലുള്ള പ്രശ്നവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ എഴുതിയാൽ മതി. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ജസ്റ്റ് 1 എക്സാമ്പിൾ. എക്സാമിനർ അവിടെ പറയാതെ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഓർഗനൈസേഷൻ ലെവലിൽ നല്ലയും ചീത്തയും വശങ്ങൾ നോക്കി, സൊസൈറ്റി ലെവലിൽ നോക്കി. പിന്നെ എത്തിക്സ് നമുക്ക് ലൈക്ക് ഈ ലെവൽസിലെല്ലാം എത്തിക്സ് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നോക്കി. ഓക്കെ, സോ അത് നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് വഴി അറിയാം. അതായത് ഒരാളുടെ എത്തിക്സ് അല്ല മറ്റൊരാളുടെ എത്തിക്സ്. സോ അങ്ങനെ 2 വ്യത്യസ്ത ഐഡിയോളജി ഉള്ളവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റും, അതിന് ബുദ്ധിമുട്ടുകളുണ്ടല്ലേ. ആ സംഭവം ഓർഗനൈസേഷൻ ലെവലിലും എല്ലാം ഇഷ്യൂ ആണ്. ഞാൻ ഒരു ഇന്ത്യ ആസ് എ ഹോൾ എടുക്കുമ്പോൾ എന്ത് പറ്റും, ലൈക്ക് വി ആർ എ മച്ച് ഡൈവേഴ്സ് നേഷൻ അല്ലേ. അപ്പം ഈ ഒരു പോരായ്മ കമ്മ്യൂണിറ്റികൾ തമ്മിലാവും, സ്റ്റേറ്റ്സ് തമ്മിലാവും. സോ അങ്ങനെ ഇഷ്യൂസ് വരും. ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് കിട്ടിക്കൊള്ളുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ആൻസർ റൈറ്റിംഗ് കാര്യങ്ങളും പ്രാക്ടീസ് തുടങ്ങുക. സോ പറ്റുവാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഒരു ആൻസർ എടുത്ത് ചെയ്ത് കാണിക്കും. ആൻഡ് നെക്സ്റ്റ് സെഷൻ എന്തായാലും we will be wholly dedicated to answer writing. Okay, ഈ പാഠത്തിൽ നിന്നുള്ള ആൻസർ റൈറ്റിംഗിലോട്ടായിരിക്കും. സോ വി വിൽ ബി ഡിസ്കസിങ് സം മോഡൽ ആൻസേഴ്സ് ആൻഡ് ദ വേ ഓഫ് തിങ്കിങ്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട വേ ഓഫ് തിങ്കിങ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ യാ, ആൻഡ് സൊസൈറ്റി ലെവലിലൊക്കെ എങ്ങനെ നമുക്ക് ഇത് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചാലഞ്ചസ് നോക്കി. അങ്ങനെ നമ്മൾ എത്തിക്സ് ആൻഡ് വാല്യൂസിൽ എത്തി നിൽക്കുമായിരുന്നു. സോ ആക്ച്വലി
ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. എത്തിക്സ് ആൻഡ് വാല്യൂ ഒരു PYQ തീമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ എത്തിക്സ് ആൻഡ് ലോ, നിയമവും എത്തിക്സും അത് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്സിൽ ലൈക്ക് പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും തമ്മിലുള്ള എത്തിക്സിൽ ഒരു അവിടുത്തെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയെ പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കും. ഓക്കെ, സോ എത്തിക്സ് ആൻഡ് വാല്യൂസ്. സോ നമുക്കിവിടെ ആക്ച്വലി ഏതൊരു സാധനവും ഒരു സെന്റൻസിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റണം. എത്തിക്സ് പേപ്പറിൽ ഇങ്ങനെ ഓരോരോ വാല്യൂസ് വരും. ഇപ്പോൾ ഹോണസ്റ്റി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റഗ്രിറ്റി, പെർസീവറൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ ടെർമിനോളജീസ് വരുമ്പോൾ നമുക്കത് ഒരു ലൈനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എക്സാമ്പിളും കൊടുത്ത് പറ്റുവാണെങ്കിൽ ഒരു തിങ്കറിനെ കൊണ്ടുവരാൻ പറ്റണം. അത് നമ്മൾ ഇനി വരും ക്ലാസ്സുകളിലെല്ലാം നോക്കും. ഓക്കെ, സോ ഇവിടെ എത്തിക്സ് ആൻഡ് വാല്യൂസിനെ പറ്റി ചോദ്യം വരുള്ളൂ. നമുക്ക് എത്തിക്സിനെ പറ്റിയും വാല്യൂസിനെ പറ്റിയും നമുക്കൊരു വൺ വേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, ഒരു എക്സാമ്പിൾ ഉണ്ടാവണം. സോ ദിസ് ഈസ് ദ ഡിമാൻഡ് ഓഫ് ദ എക്സാമിനേഷൻ. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആ ഡിമാൻഡ് അനുസരിച്ചായിരിക്കണം. സോ എത്തിക്സിനെ പറ്റി നമ്മൾ ഇന്നലെ തന്നെ പഠിച്ചത് അല്ലേ? എത്തിക്സ് ഈസ് അബൌട്ട് ഡിസൈഡിങ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ആൻ ഹ്യൂമൻ കണ്ടക്ട് അല്ലേ? അപ്പൊ ഇന്നലെ പഠിച്ച ആ എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, സോ നമ്മൾ എത്തിക്സും വാല്യൂ നോക്കുമ്പോൾ ലൈക്ക് എത്തിക്സ് ആൻഡ് വാല്യൂ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ ആക്ച്വലി ഇത് ലൈക്ക് ഭയങ്കര ഒന്നിച്ച് കിടക്കുന്ന ഒരു സാധനമാണ്. ലൈക്ക് ഇപ്പൊ സത്യസന്ധനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സത്യസന്ധത കാരണമാണ് ആ മനുഷ്യൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിനും ആ ഒരു ക്വാളിറ്റി കിട്ടാൻ പോകുന്നത്. ട്രാൻസ്പെറന്റ് ആയിരിക്കും ചിലപ്പോൾ ആ കമ്പനി, നല്ല ട്രാൻസ്പെറന്റ് ആയിരിക്കും. അവരുടെ വർക്ക് എൻവയോൺമെന്റും ടീം മെമ്പേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഇന്റഗ്രിറ്റി അപ്ലോഡ് ചെയ്യുന്നവരായി മാറും. ഓക്കെ, സോ ഇത് ഭയങ്കര ഇന്റഗ്രേറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഇതാ. അതുകൊണ്ട് തന്നെ ചോദ്യം വരുമ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും ചോദിക്കൂല. നിങ്ങൾക്ക് രണ്ടിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയാൽ മതി. അത് രണ്ടും സെയിം ആയി പോകരുത്. ലൈക്ക് ഒരു കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഒരു നേരിയ ഒരു ബൗണ്ടറി മാത്രമേ ഇത് തമ്മിലുള്ളൂ. ഓക്കെ, അപ്പൊ ആ ബൗണ്ടറി നമുക്കൊന്ന് ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ എത്തിക്സ് എന്താണെന്ന് നമുക്ക് ആ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റി, എക്സാമ്പിൾസ് ഒക്കെ അറിയാലോ. ഓക്കെ, ഇനി വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ജഡ്ജ്മെന്റ് ഓഫ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ഡീപ്ലി ഹെൽഡ് പേഴ്സണൽ ബിലീഫ്സ് ആൻഡ് പ്രിഫറൻസസ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളൊരു പേഴ്സണൽ വിശ്വാസം, അല്ലെങ്കിൽ ഇപ്പം ഒരാൾ വിശ്വാസങ്ങളെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. അത് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം രണ്ട് വാല്യൂസ് വരുവാണ്. ഇപ്പം നമ്മളിപ്പോ പണ്ട് പറയുമല്ലോ, കുഞ്ഞിലെ ചോദിക്കും അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം, അല്ലെങ്കിൽ വേറൊരു ആന്റിയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കും. നമ്മൾ നമ്മുടെ മനസ്സിലാക്കുന്നു, ഓക്കെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരെയാണെന്ന്. ഓക്കെ, അതിനെയാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് എക്സാമ്പിൾ വാസ് അബൌട്ട് 2 പേഴ്സൺസ്. പക്ഷെ അതുപോലെ രണ്ട് വാല്യൂസ് തമ്മിൽ വരുവാണ്. ലൈക്ക് നമുക്കിവിടെ സ്നേഹം വരുത്തണോ വെറുപ്പ് വരുത്തണോ എന്നതൊക്കെയാണ്. സോ വാട്ട് യു വാണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, ഇപ്പം നമ്മുടെ ഡീപ് ഫീലിംഗ് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ജോക്കർ, നമ്മുടെ ബാറ്റ്മാൻ സിനിമയിലെ ജോക്കർ ആണെങ്കിൽ ലൈക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ വാല്യൂ, ജോക്കറിന്റെ വാല്യൂ ഇസ് മോർ ഇൻക്ലൈൻ ടുവാർഡ്സ് ഹേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി, ഹേറ്റഡ് ടു ദ സൊസൈറ്റി. സോ പുള്ളിയുടെ വാല്യൂ അതാണ് അല്ലേ? പുള്ളിക്ക് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഹേറ്റഡ് ആണ്, മറ്റടുത്ത് ലവ് ആണ്. ഓക്കെ, അതാണ് വാല്യൂ. സോ ഡീപ്ലി ഹെൽഡ് പേഴ്സണൽ ബിലീഫ്സ്, നമ്മൾ ഉള്ളിനുള്ളിലുള്ള പേഴ്സണൽ ബിലീഫ്സിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ എത്തിക്സ്. ഓക്കെ, സോ എത്തിക്സിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാലും വാല്യൂവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും ഭയങ്കര ഇന്റർ കണക്റ്റഡ് സാധനങ്ങളാണ്. സോ രണ്ടിന് നമുക്ക് വേറെ വേറെ ഉദാഹരണങ്ങളൊന്നും എഴുതാൻ പറ്റൂല. ഓക്കെ, സോ സത്യസന്ധത, ഓണസ്റ്റി, ഇത് ഇസ് ആൻ വാല്യൂ ആൻഡ് ഇസ് ആൻ എത്തിക്സ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, സോ വളരെ നേരിയ ഒരു ബൗണ്ടറിയാണ് ഇത് തമ്മിലുള്ളത്. ഓക്കെ, നമ്മളിപ്പം മാത്സിൽ സെറ്റൊക്കെ വരച്ചു പറയല്ലോ. സോ അത് നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നോക്കും. ലൈക്ക് സിമിലാരിറ്റീസ് പാർട്ടി വരുമ്പോൾ നോക്കും. സോ ഇപ്പം അറിയുക, രണ്ടിനും വേണ്ടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അത് മാത്രമാണ് നമ്മുടെ ഇപ്പോൾ ലക്ഷ്യം. സോ വാല്യൂസ് ആർ ഡീപ്ലി ഹെൽഡ് പേഴ്സണൽ ബിലീഫ്സ് ആൻഡ് പ്രിഫറൻസസ് അബൌട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. എത്തിക്സ് എന്ന് വെച്ചാൽ ദേ ആർ refers to the guidelines for conduct that addresses question about what is right or wrong. Okay, സോ ജസ്റ്റ് ഈ രണ്ട് എക്സ്പ്ലനേഷൻ പഠിച്ചു വയ്ക്കുക. ചോദ്യത്തിൽ ഭയങ്കരമായിട്ട് അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കില്ല, കാരണം ഇറ്റ്സ് എ കൺഫ്യൂസിങ് പാർട്ട്. ഓക്കെ, നമ്മുടെ എത്തിക്സ് പേപ്പറിന് ഡിമാൻഡും അതല്ല. ഓക്കെ, സോ ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കും.
ഓക്കെ, ഞാൻ ഇത് വല്ലാണ്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് വൈൽ വാല്യൂസ് ആർ എ സ്റ്റിമുലൈ ഫോർ തിങ്കിങ്. നമുക്കൊന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻട്രോ എഴുതി കഴിഞ്ഞ് ഒരു കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബോഡിയിലോട്ടൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാനിത് നോട്ടിലോട്ട് ആഡ് ചെയ്തിട്ടേ. എത്തിക്സ് ഒരു മോറൽ പ്രിൻസിപ്പിൾസ്, ഓക്കെ, ഒരു മോറൽ പ്രിൻസിപ്പിൾസിന്റെ ഒരു സിസ്റ്റം ആകുമ്പോൾ വാല്യൂസ് ആണ് നമുക്ക് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് സ്റ്റിമുലൈ തരുന്നത്, അല്ലേ? ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ജോക്കറും അല്ലെങ്കിൽ ബാറ്റ്മാൻ അല്ലെങ്കിൽ വേറൊരാൾ, ഓക്കെ, അവർ തമ്മിൽ ചിന്തിക്കുമ്പം ലൈക്ക് ജോക്കർ ചെയ്യാൻ പോകുന്നത് വലിയ ക്രൈം ആയിരിക്കും, അല്ലേ? അവർ ചെയ്യാൻ പോകുന്നത് മറിച്ച് എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും. സോ അവർക്ക് ആ ചിന്തിക്കാനുള്ള സ്റ്റിമുലൈ കിട്ടിയത് അവരുടെ ഉള്ളിലുള്ള ഹേറ്റഡ് അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസിൽ നിന്നാണ് ആ സ്റ്റിമുലൈ ഉണ്ടാവുന്നത്. ഓക്കെ, സോ വാല്യൂസ് ആണ് നമ്മൾ ചിന്തിക്കാനുള്ള സ്റ്റിമുലൈസ് തരുന്നത്, വാല്യൂസ് ആണ്. ഇനി സിമിലാരിറ്റീസ് നോക്കാം. എല്ലാ എത്തിക്സും വാല്യൂസ് ആണ്, പക്ഷേ എല്ലാ വാല്യൂസും എത്തിക്സ് അല്ല. ഓക്കെ, സോ വലുതാരാ? വാല്യൂസ് ആണ്. ജസ്റ്റ് ഇതൊന്നും ലൈക്ക് അങ്ങ് തലേ കയറ്റി വെക്കേണ്ട, ജസ്റ്റ് ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്താൽ മതി. ലൈക്ക് എത്തിക്സ് ചെറിയ പാർട്ടാണ്, ലൈക്ക് വാല്യൂസ് അതിനെ എൻഗൾഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ വാല്യൂസ് ആണ് വലിയ പാർട്ട്. സോ എല്ലാ എത്തിക്സും വാല്യൂസ് ആണ്, ബട്ട് നോട്ട് ഓൾ വാല്യൂസ് ആർ എത്തിക്സ്. ഓക്കെ, സോ ആക്ച്വലി ഐ തിങ്ക് ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് അത് ആൻസർ ചെയ്യേണ്ട ഒരു മോഡലിൽ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. സോ ഓൾ എത്തിക്സ് ആർ വാല്യൂസ്, എല്ലാ എത്തിക്സും വാല്യൂസ് ആണ്. സോ ജസ്റ്റ് ചിന്തിച്ചു നോക്കാം, എല്ലാ എത്തിക്സും വാല്യൂസ് ആണോ? അത് നമുക്ക് എക്സാമ്പിൾസ് വഴി തന്നെ നോക്കാം. ഓക്കെ, സോ ചാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ലൈക്ക് അതൊരു എത്തിക്കൽ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലേ? സോ അതെന്ന് വെച്ചാൽ അറ്റ് ദ സെയിം ടൈം ചാരിറ്റി ഈസ് എ എത്തിക്സ് ആസ് വെൽ ആസ് എ വാല്യൂ. ഓക്കെ, ഇനി എമ്പതി നോക്കാം. എമ്പതി എന്ന് പറയുന്നതും ഒരു വാല്യൂ ആണ്, അതൊരു എത്തിക്സും ആണ്. ഓക്കെ, നമ്മളൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻ ആയിട്ട് എമ്പതി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞത് നമ്മുടെ ഡീപ്ലി എൻട്രൻച്ച്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, അല്ലേ? മറ്റൊരാൾ കരയുമ്പം അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അയാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതും ഒക്കെ എമ്പതി അല്ലെങ്കിൽ കമ്പാഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ക്ലീൻലിനെസ്, അല്ലേ? നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് എൻവയോൺമെന്റും പരിസരങ്ങളും അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീനും ഒക്കെ നോക്കുന്നു. ഓക്കെ, ഇതും അറ്റ് സെയിം ടൈം ഒരു എത്തിക്സും ആണ്, വാല്യൂ ആണ്. ഓക്കെ, ഐ നോ യു ഗൈസ് വിൽ ബി കൺഫ്യൂസ് റൈറ്റ് നൗ. സോ ഇതിന്റെ മറു സൈഡ് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഓക്കെ, എല്ലാ വാല്യൂസും എത്തിക്സ് അല്ലെന്നുള്ളത്. ഓക്കെ, സോ നോക്കാം. ചൈൽഡ് മാരേജ്, ഇറ്റ് വാസ് പാർട്ട് ഓഫ് അവർ എത്തിക്സ്, സോറി, അവർ വാല്യൂ, അല്ലേ? നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന്റെ പാർട്ട് ആയിരുന്നു ഇന്ത്യയിൽ. ബട്ട് സത്യത്തിൽ എത്തിക്കലാണോ? അല്ല, ഇറ്റ്സ് നോട്ട് എത്തിക്കൽ ടു അപ്പോൾ ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് നടത്തുന്നുള്ളത്. അതുപോലെ സ്ലേവറി, അല്ലേ? സ്ലേവറി വി നോ ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ്, ഇറ്റ്സ് നോട്ട് ആൻ എത്തിക്കൽ തിങ് ടു ഡു, ഇറ്റ്സ് നോട്ട് ആൻ എത്തിക്കൽ പ്രാക്ടീസ്, ബട്ട് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ, നമ്മുടെ മാത്രമല്ല ഹോൾ വേൾഡിൽ അതൊരു വാല്യൂ ആയിരുന്നു ഒരു 100-200 years ബാക്ക്, അല്ലേ? പേട്രിയാക്കി സ്റ്റിൽ ഗോയിങ് ഓൺ, അല്ലേ? ഇറ്റ്സ് എ വാല്യൂ ഇൻ അവർ വാല്യൂ സിസ്റ്റം, ബട്ട് ഇറ്റ്സ് നോട്ട് എത്തിക്കൽ. ഹണ്ടിങ് വൈൽഡ് ലൈഫ്, അല്ലേ? വൈൽഡ് ലൈഫ് ഹണ്ട് ചെയ്യുന്നത്, ഇറ്റ് വാസ് എ വാല്യൂ ബട്ട് നോട്ട് എനിമോർ എന്ന് പറയാറായിട്ടില്ല. ഓക്കെ, മാരിറ്റൽ റേപ്പ്, ആൽക്കോഹോൾ കൺസംഷൻ, സോ ഇതൊക്കെ ആക്ച്വലി വാല്യൂസ് ആയിട്ടുണ്ട്, നല്ല വാല്യൂസ് ആയിട്ടൊക്കെ, സോറി, ചീത്ത വാല്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഇറ്റ്സ് എത്തിക്കൽ. ഓക്കെ, ഓക്കെ, yeah, now let's move on. Law and ethics. Okay, so ആ പാർട്ട് ലൈക്ക് ഡോണ്ട് സ്ട്രെസ് ഹെവിലി ഓൺ ദോസ് പാർട്ട്. നമ്മളിപ്പോൾ പഠിച്ച എത്തിക്സ് ആൻഡ് വാല്യൂവിൽ നമ്മുടെ ആകെയുള്ള പ്രയോറിറ്റി ഒന്ന് മാത്രമായിരുന്നു, എത്തിക്സിന്റെ ഒരു ഡെഫിനിഷൻ, വാല്യൂവിന്റെ ഒരു ഡെഫിനിഷൻ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. ആക്ച്വലി എല്ലാ എത്തിക്സും വാല്യൂസ് ആയതുകൊണ്ട് വി ക്യാൻ സ്റ്റഡി ദ സെയിം എക്സാമ്പിൾസ് ഫോർ ബോത്ത് ഓഫ് ഇറ്റ്. ഓക്കെ, നമുക്കിനി ലൈക്ക് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്, അവിടെ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കും. സോ ദാറ്റ് വിൽ ബ്രിങ്സ് എ ലോട്ട് ഓഫ് ക്ലാരിറ്റി ടു യു. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഒരു കമ്പാരിസൺ പാർട്ട് മാത്രമാണ് ഇവിടെ നോക്കിയത്. സോ വാല്യൂസിനെ പറ്റി കുറച്ചും കൂടി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഉണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സെഷൻ. ലോ ആൻഡ് എത്തിക്സ്.
ലോ ആൻഡ് എത്തിക്സ് നോക്കാം. PYQ ചോദിച്ചിട്ടുള്ളത് ലോയുടെ എത്തിക്സും ലൈക്ക് ഹ്യൂമൻ കണ്ടക്റ്റിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതിന്റെ അപ്രോച്ച് എന്താണ്, അതിലെ ഡിഫറൻസ് എന്താണ്, ആ ഒരു രീതിയിൽ. അതുപോലെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇൻ സൊസൈറ്റീസ് ആൻഡ് ഇത് ഏതൊക്കെ രീതിയിലാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദ മെത്തേഡ്സ് ഇറ്റ് ഫോളോ ടു അച്ചീവ് ഇറ്റ്സ് ടാർഗറ്റ്. സോ ഇതൊക്കെയായിരുന്നു ലോ ആൻഡ് എത്തിക്സിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോറി. സോ എത്തിക്സിന് വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനേഷൻ ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ വാല്യൂസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ മതി. ഇവിടെ ഇപ്പൊ വേറൊരു ഡെഫിനേഷൻ ആണ് ഉപയോഗിച്ചേക്കുന്നത്. സോ യു ക്യാൻ യൂസ് ദ സെയിം ഡെഫിനേഷൻ വി യൂസ്ഡ് ബിഫോർ. ഓക്കെ. എന്നാൽ ലോസ് എന്താണ്? ലോസ്, നിയമം എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ദ ഹോൾ സൊസൈറ്റി ആൻഡ് ദ ആക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അല്ലേ? സോ നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റെഫേഴ്സ് ടു ഒരു സിസ്റ്റമാറ്റിക്, ഒരു ഓർഡർ ഉണ്ട് അല്ലേ? നിയമങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് റൂൾസ് ആണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ചേർന്നാണല്ലേ ഒരു ലോ ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ദ ഹോൾ സൊസൈറ്റി. ഹോൾ സൊസൈറ്റിയെ ഗവേൺ ചെയ്യും, അല്ലെങ്കിൽ ഹോൾ നേഷനെ ഗവേൺ ചെയ്യും, മാത്രമല്ല ഈച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഗവേൺ ചെയ്യും. ഓക്കെ. ഇനി സോഴ്സിൽ നമുക്കൊരു ഡിഫറൻസ് പറയാം. ഓക്കെ, ജസ്റ്റ് നമ്മുടെ സോഴ്സസ് ആക്ച്വലി ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എത്തിക്സും ലോയും തമ്മിൽ. സോ എത്തിക്സ് നമ്മൾ സോഴ്സസ് പഠിച്ചു, വീട്ടിൽ നിന്ന് കിട്ടും, നാട്ടുകാരിൽ നിന്ന് കിട്ടും, സൊസൈറ്റിയിൽ നിന്ന് കിട്ടും, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടും. ലോ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഇവിടെ തന്നെ എടുക്കാം. നമുക്ക് ലോസ് ഉണ്ടല്ലേ, BNS, മുംബൈ PC ആയിരുന്നു, ഇപ്പൊ BNS ഉണ്ട്. പ്രോപ്പർലി എൻറിച്ച്ഡ് ലോസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയാം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ, അതെല്ലാം പറയാം. പുതിയ പോളിസീസ് അല്ലെങ്കിൽ ലോസ്, പുതിയ ബിൽസ് പറയാം, ആക്ട്സ് പറയാം, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ലോ കിട്ടുന്നത്, നമുക്ക് ലോ ഉണ്ടാവുന്നത് അവിടെ നിന്നൊക്കെയാണ്. ഓക്കെ. ഇനി ഇതിന്റെ മെത്തേഡിലേക്ക് എങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇവരുടെ മെത്തേഡ്സ് എന്താണ്, അങ്ങനെയുള്ള ഒരു ചോദ്യം മുമ്പ് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിയമം വഴി നമ്മൾ എത്തിക്കൽ ആയിട്ട് സൊസൈറ്റി കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഉണ്ട് അല്ലേ? ഇത് ലോ സ്ട്രിക്റ്റ് ആണ്, ലോ വയലേറ്റ് ചെയ്താൽ അതിനകത്ത് പണിഷ്മെന്റ് ഉണ്ട് അല്ലേ? എന്നാൽ എത്തിക്സ് ലൈക്ക് എത്തിക്സ് ഇല്ലാണ്ടായ, ഐ മീൻ എത്തിക്സ് വയലേറ്റ് ചെയ്ത ഒരാൾ, ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പില് കള്ളം പറയൂല, ലൈക്ക് സൗഹൃദങ്ങളിൽ വലിയ കള്ളം പറച്ചിലുകളൊന്നും ഇല്ലല്ലോ, ബട്ട് അത് വയലേറ്റ് ചെയ്ത ഒരാൾ കള്ളം പറയുവാണ്. സോ അവിടെ ആ ബന്ധത്തിനെ അതെങ്ങനെയും ബാധിക്കാം, ബട്ട് ദർ ഈസ് നോ പണിഷ്മെന്റ് അല്ലേ? പണിഷ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ആർക്കും ഇല്ല, സിസ്റ്റത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഒന്നുമില്ല. പക്ഷേ ഒരു നിയമം ലംഘിച്ചാലോ ഗവൺമെന്റിന് പണിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. So violation of ethics does not lead to punishment, fines or associated penalties, while violation of laws lead to it. ഓക്കെ, അപ്പൊ നിയമം വഴി ഒരു എത്തിക്കൽ പ്രവൃത്തി ചെയ്യുന്നതും, അതായത് നിയമം വഴി ഒരു എത്തിക്കൽ പ്രവൃത്തി ചെയ്യുന്നതും എത്തിക് മാത്രം ഉപയോഗിച്ച്, ലൈക്ക് എത്തിക് മാത്രം ഉപയോഗിച്ച് ഒരു എത്തിക്കൽ പ്രവൃത്തി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വയലേഷൻ ഉണ്ടായാൽ പണി കിട്ടും. ഓക്കെ. ഇനി മറ്റൊരു പെർസ്പെക്റ്റീവ് നോക്കാം. ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലീഗൽ ആയിരിക്കാം, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി അൺഎത്തിക്കൽ. നിയമപരമായിരിക്കാം എന്ന് വെച്ചാൽ അത് എത്തിക്കൽ ആവണമെന്ന് നിർബന്ധമുണ്ടോ? വി ആർ ആഡിങ് ആൻ അനദർ പെർസ്പെക്റ്റീവ് ടു ദ ഡയമെൻഷൻ. അതായത് ലീഗൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് ശരിയാണോ? ഓക്കെ, അതായത് പണ്ട് സ്ലേവറി ലീഗൽ ആയിരുന്നു. ഇപ്പൊ അന്ന് എന്നെ സ്ലേവ് ട്രേഡ് നടത്തിയ ഒരാൾ ചിലപ്പോൾ എല്ലാ പേപ്പറും ഫയലും എല്ലാം ചെയ്തായിരിക്കും അയാൾ സ്ലേവറി നടത്തിയത്. ഓക്കെ, പേപ്പർ വർക്ക് എല്ലാം കറക്റ്റ് ആയിരുന്നു, ബട്ട് ഈസ് ദാറ്റ് എത്തിക്കൽ? നോ. സോ ജസ്റ്റ് ബീങ് ലീഗൽ മീൻസ് that cannot always be ethical. ഓക്കെ, അതിനിപ്പോ നമുക്ക് കറണ്ട് എക്സാമ്പിൾസ് ആയിട്ട് അബോർഷൻ പറയാം. ലൈക്ക് ഇപ്പം അബോർഷൻ ഒരു ഡിബേറ്റബിൾ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ അബോർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചോ, ഇപ്പം അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം പലയിടത്തും ലൈക്ക് എന്താണ്, അബോർഷൻ പറ്റുന്നില്ല. സോ അവിടെ അതിനെന്ത് പറ്റി? ലൈക്ക് അബോർഷൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് അൺഎത്തിക്കൽ. ഓക്കെ, ആ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്നു. വി ക്യാൻ ആൾസോ തിങ്ക് വിത്ത് അതർ എക്സാമ്പിൾസ്. സോ ഇങ്ങനെയുള്ള ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കേണ്ട, അല്ലാത്തുള്ള എക്സാമ്പിൾസ് എടുക്കാം. നമ്മളിപ്പോ പറഞ്ഞ സ്ലേവ് ട്രേഡ് അങ്ങനെ ഒരു സംഭവമാണ്. സ്ലേവറി ശരിയാണെന്ന് ഇന്നിനി ആരും പറയാൻ പോകുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഇരിക്കട്ടെ. മറ്റേത് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അതേപോലെ തിരിച്ചുകൊണ്ട് ഇല്ലീഗൽ ആണെന്ന് വിചാരിച്ച് ലൈക്ക് അത് അൺഎത്തിക്കലും ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് ലീഗൽ ആണെന്ന് വെച്ച് എല്ലാം അങ്ങ് ശരിയാവണമെന്നില്ല, എല്ലാം അങ്ങ്
എത്തിക്കൽ ആവണമെന്നില്ല, അൺഎത്തിക്കലും ആവാം. ഉദാഹരണം സ്ലേവറി, ചൈൽഡ് മാരേജ്. ഓക്കെ, അന്ന് അതൊക്കെ ലീഗലായിരുന്നു. ഓക്കെ, എന്നാൽ ഇന്ന് ഓക്കെ ഓക്കെ ഇനി മറ്റേ ഡയമെൻഷൻ, ഇല്ലീഗൽ ആണെന്ന് വിചാരിച്ച് അതെല്ലാം എത്തിക്കൽ ആവണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. ഒരു സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ വണ്ടി ഓട്ടിക്കുക. ഓക്കെ, പക്ഷെ ഓട്ടിക്കുന്നത് എന്തിനാ? ഒരു ഹോസ്പിറ്റൽ എമർജൻസി കേസ് ഉണ്ട്, കൂടെ ഉള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. സോ ഇറ്റ്സ് ഇല്ലീഗൽ, വാട്ട് വി ആർ ഡൂയിങ് ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ, ബട്ട് ശരിയല്ലേ? നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ എത്തിക്കൽ പ്രവൃത്തിയല്ലേ ചെയ്തത്? നമുക്ക് ചിലപ്പോൾ കുറച്ച് ഫൈൻ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ബട്ട് വി ആർ ട്രൈങ് ടു സേവ് എ ലൈഫ്. ഇതൊരു വളരെ നമുക്ക് വാല്യൂ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ലോ ആൻഡ് എത്തിക് ക്വസ്റ്റ്യൻ കൊണ്ട് വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് വാല്യൂ എൻറ്റർ ചെയ്യാൻ പറ്റും, വാല്യൂ റിച്ച് ആക്കാൻ പറ്റിയ ഒരു പെർസ്പെക്റ്റീവ് ആണത്. ഓക്കെ, ഒറ്റ സെന്റൻസിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻ ആക്ഷൻ മേ ബി ലീഗൽ ബട്ട് അൺഎത്തിക്കൽ ഓർ ഇല്ലീഗൽ ബട്ട് എത്തിക്കൽ. റൈറ്റ് 2 എക്സാമ്പിൾസ്. ഓക്കെ, എത്തിക്സ്. ഓക്കെ, ഇനി വേറൊരു ഡയമെൻഷൻ. ഇവർ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, എത്തിക്സ് ലോ. അപ്പം ഇവർ തമ്മിൽ എങ്ങനെ ഡിഫറെന്റ് ആയെന്നുള്ള ചോദ്യം വന്നു. നമ്മൾ ഡിഫറൻറ്റ് അപ്രോച്ച് നോക്കി അല്ലേ? വയലേഷന് ഉണ്ടാകുമ്പോൾ പണിഷ്മെന്റ് ഉണ്ടാകും. അതുപോലെ വേറൊരു എക്സ്ട്രാ ഡയമെൻഷൻ നമ്മൾ കൊണ്ടുവന്നു. എന്താണ്? ലീഗൽ അൺഎത്തിക്കൽ, ഇല്ലീഗൽ എത്തിക്കൽ, ആ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു. ഇനി പുതുതായിട്ടൊരു പെർസ്പെക്റ്റീവ് വരിക, എത്തിക്സ് ലോയിൽ നിന്ന് എന്തെങ്കിലും അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടോ? അതുപോലെ തിരിച്ച് ലോസ് എത്തിക്സിൽ നിന്ന് എന്തെങ്കിലും അബ്സോർബ് ചെയ്ത് അത് വളരുന്നുണ്ടോ? ചിന്തിച്ചു നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, സ്ലേവറി, ചൈൽഡ് മാരേജ്, ചൈൽഡ് ലേബർ എന്നുള്ളതൊക്കെ നമ്മുടെ എത്തിക്സിലൊക്കെ ലൈക്ക് ഇറ്റ് വാസ് പാർട്ട് ഓഫ് എ വാല്യൂ. ഓക്കെ, വാല്യൂ എന്ന് പറയുമ്പോൾ അന്നത്തെ എത്തിക്സിൽ അതുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ അതിനെതിരെ നിയമങ്ങൾ വന്നതിന് ശേഷം അത് നമ്മുടെ എത്തിക്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി അല്ലേ? ഓക്കെ, അതായത് ഒരു ലോ, ചൈൽഡ് ലേബർ നിരോധിച്ചു വന്ന ലോ കാരണം ചൈൽഡ് ലേബർ തെറ്റാണെന്നുള്ള ഒരു സങ്കല്പം അന്നത്തെ സമൂഹത്തിലോട്ട് വന്നു. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എത്തിക്സ് അബ്സോർബിങ്, അല്ലെങ്കിൽ എത്തിക്സ് ബീങ്, അതായത് പുതിയൊരു എത്തിക്സ് ഉണ്ടാവുകയാണ് അവിടെ, ലോയിൽ നിന്ന് പുതിയൊരു എത്തിക്സ് ഉണ്ടായി വരുന്നു. ഇന്ന് തിരിച്ചും സംഭവിക്കാം, ലോസ് എത്തിക്സിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഒപ്റ്റെയിൻ ചെയ്ത് ലോ എൻട്രിച്ച് ആവാറുണ്ട്. ഓക്കെ, ഉദാഹരണം അൺടച്ചബിലിറ്റി റൈസസ് ഒക്കെ ഭയങ്കര അൺഎത്തിക്കലായിട്ട് ആ സൊസൈറ്റിക്ക് തോന്നി തുടങ്ങി അല്ലേ? അല്ലെങ്കിൽ മൊണാർക്കിയൊക്കെ ഭയങ്കര അൺഎത്തിക്കലായിട്ട് സൊസൈറ്റിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് അതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗവും എല്ലാമായിട്ട് അങ്ങനെ ഒരു സംഭവം ലോ ആയിട്ട് മാറുന്നു. ഓക്കെ, അത് അൺഎത്തിക്കലാന്നുള്ള ഫീലിംഗ് ആണ് ആദ്യം ഉണ്ടായത്, അത് പിന്നീട് നിയമത്തിന്റെ ഭാഗമായി മാറി. ഇവിടെ നമുക്ക് ലോ ആൻഡ് എത്തിക്സ് വരുമ്പോൾ വരുന്നൊരു എഴുതാൻ പറ്റിയൊരു കോട്ടാണ്, ഇൻ ദ മാറ്റർ ഓഫ് കൺസൈൻസ് ദ ലോ ഓഫ് ദ മെജോറിറ്റി ഹാസ് നോ പ്ലേസ്. ഗാന്ധിയുടെ കോട്ടാണ്. ആക്ച്വലി ഇത് നമുക്ക് വേറെ ലൈക്ക് ഈ ഒരു കോട്ട് ഒരുപാട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കൺസൈൻസ് ഒക്കെ നമുക്ക് ഇനി വരുന്നുണ്ട്, വരും ചാപ്റ്ററുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു പോർഷൻ ആണത്. സോ സോ ഈ ഒരു ഡയമെൻഷൻ നിങ്ങൾ എഴുതി വെച്ചോ, നോട്ട് എഴുതുമ്പോൾ, ലോ ആൻഡ് എത്തിക്സ് എഴുതുമ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് എവിടാന്ന് വെച്ചാൽ വാല്യൂ എൻട്രി ചെയ്യാൻ പറ്റിയ ഡയമെൻഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ലോയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ എത്തിക്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ലോയെ പറ്റി, കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെയും ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് വറി. ഓക്കെ, അതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടരുത്, അത് ബാക്കി ചാപ്റ്ററിൽ അത് കവർ ആവും. ഓക്കെ, ഇനി എത്തിക്സ് ആൻഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്സ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഓക്കെ PYQ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിന്റെ അവസാനം അതൊന്ന് സോൾവ് ചെയ്യുന്നതായിരിക്കും. 2019 ചോദിച്ച ചോദ്യം കണ്ടോ? ഡയറക്റ്റ് ഭയങ്കര ബേസിക് ചോദ്യമായിരുന്നു. പബ്ലിക് ലൈഫിലുള്ള 3 ബേസിക് പ്രിൻസിപ്പിൾസ് പറയുക, അത് ലൈക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് അവിടെ ഡയമെൻഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. അതുപോലെ 3 ഉദാഹരണങ്ങൾ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഭയങ്കര ബേസിക് ചോദ്യമാണ്. നമുക്ക് ഓൾറെഡി ആൻസർ നമ്മുടെ ജസ്റ്റ് നോട്ട് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ ആൻസേഴ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. സോ ഈ എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ദ ഡിഫറൻസസ് ഇത് തമ്മിലുള്ള പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും ഉള്ള എത്തിക്സിന്റെ ഡിഫറൻസസ് നോക്കും, അത് തമ്മിലുള്ള ബന്ധം നോക്കും, അവിടുത്തെ ചാലഞ്ചസ് നോക്കും, ആൻഡ് പോസിറ്റീവ് ഡ്യൂ ടു ദ കോറിലേഷൻ. ഓക്കെ, അതായത്
ഇത് തമ്മിൽ ഒരു ഹാർമണിയിലാണ് പോകുന്നത്. പ്രൈവറ്റ് ലൈഫിൽ ഒരാൾ ഫോളോ ചെയ്യുന്ന എത്തിക്സും അയാൾ പബ്ലിക് ലൈഫിൽ ഫോളോ ചെയ്യുന്ന എത്തിക്സും ഒരേ ഹാർമണിയിലാണ് പോകുന്നതെങ്കിൽ ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളും കൂടി ആണ്. ഈ ഒരു ഡയമെൻഷൻ നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പറയും. സോ നമുക്കിത് പല അടുത്ത് കുട്ടിന് പേര് ഇടുന്ന പോലെ നമുക്ക് ആൻസേഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡയമെൻഷൻസ് ആണ്. ഓക്കെ, അതിന് ഡിഫറൻസസ് നോക്കാം. എത്തിക്സ് ഇൻ പബ്ലിക് റിലേഷൻഷിപ്സ് ആൻഡ് ഇൻ പ്രൈവറ്റ് റിലേഷൻഷിപ്സ്. അപ്പൊ പബ്ലിക് റിലേഷൻഷിപ്പിലെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആയിരിക്കും. അപ്പൊ അതായത് ഒരു ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസീവ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കും. ലൈക്ക് ഇറ്റ് വുഡ് ബി ഒന്നെങ്കിൽ നിയമപുസ്തകത്തിൽ എഴുതിയേക്കാം, അല്ലെ ഓരോ കമ്പനിയുടെ അവരുടെ ഗൈഡ് ലൈൻസ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ പ്രൈവറ്റ് റിലേഷൻഷിപ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ് ഇറ്റ്സ് യൂഷ്വലി ഇൻഫോർമൽ, അല്ലെ നമ്മളിവിടെ എഴുതി വെച്ചോണ്ടൊന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് ഇൻഫോർമൽ തിങ്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ലോസ്, റെഗുലേഷൻസ്, റൂൾസ്. മറ്റെടുത്തോ ഫീലിങ്സും ഇമോഷൻസും ആണ്, അല്ലേ? യാ. മറ്റടുത്ത് ലോക്കസ് ഓഫ് കൺട്രോൾ ഈസ് എക്സ്റ്റേണൽ. അതായത് പബ്ലിക് റിലേഷൻഷിപ്പിൽ നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പുറത്തൊരു ആൾക്കാരുണ്ട്. ലൈക്ക് പുറത്തൊരു സെറ്റ് ഓഫ് ചെക്ക് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയിൽ നമ്മളത് ചെയ്യും. പക്ഷെ മറ്റടുത്ത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇന്റേണൽ, അല്ലെ? ഇന്റേണൽ ഫീലിങ്സും ഇന്റേണൽ ഇമോഷൻസും കൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇനി വയലേഷൻ, നേരത്തെ ലോയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വയലേഷൻ ഉണ്ടെങ്കിൽ പബ്ലിക് ലൈഫിൽ പ്രൊഫഷണൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ ലീഗൽ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യപ്പെടാം, അല്ലെ? നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഓർഗനൈസേഷന്റെ എത്തിക്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫയർ ചെയ്യാം, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആക്ഷൻ നമുക്കെതിരെ ഉണ്ടാവും. പക്ഷെ മറ്റടുത്താകുമ്പോൾ പണിഷ്മെന്റ് ഒന്നുമില്ല, ചിലപ്പോൾ ബന്ധം വഷളാവുമായിരിക്കും. ഓക്കെ, അതേ ഉള്ളൂ, വലിയ കാര്യമാണ് സ്റ്റിൽ. ഓക്കെ, ഇനി പബ്ലിക് ലൈഫിൽ എത്തിക്സ് ജനറലി കോഡിഫൈഡ് ആണ്. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്. സോ അവിടെ ഒരു ലൈക്ക് ഒരു റിട്ടൺ അല്ലെങ്കിൽ കോഡിഫൈഡ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് ഈസിയർ. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഓരോരുത്തർക്കും തോന്നിയ പോലെ. ഓക്കെ, ആ ഡയമെൻഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഹാർമണി ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ്. അതായത് പബ്ലിക് ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും ഫോളോ ചെയ്യുന്ന എത്തിക്സ് തമ്മിൽ നല്ല പൊരുത്തത്തിലാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എന്റെ പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും ഫോളോ ചെയ്യുന്ന എത്തിക്സ് തമ്മിൽ വലിയ അന്തരമില്ലെങ്കിൽ, നല്ലൊരു ഹാർമണിയിലാണ് പോകുന്നെങ്കിൽ എന്തുണ്ടാകും, അല്ലേ? ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഇപ്പം സത്യസന്ധനായ ഒരാൾ അയാൾ ചെയ്യുന്ന ജോലിയും സത്യസന്ധതയായിട്ട് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഓക്കെ, ആ ഒരു പോയിന്റാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഇന്റഗ്രിറ്റി, എ പേഴ്സൺ ഹു പ്രാക്ടീസസ് honesty in his personal life as well as his professional life is likely to maintain his integrity in all circumstances, അല്ലേ? അത് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പ്രൊഫഷണൽ സാഹചര്യങ്ങളിലും അദ്ദേഹം ആ വാല്യൂ ഫോളോ ചെയ്യും. ഇപ്പൊ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾ എന്തെങ്കിലും കള്ളം ചെയ്യേണ്ടി വരുന്ന പ്രൊഫഷണൽ ഇതിന് അയാൾക്കൊന്ന് മറിച്ച് ചിന്തിക്കേണ്ടി വരും, അല്ലേ? അപ്പൊ ഒരു ഹാർമണി ഇല്ലാത്ത അവസ്ഥ. ഇനി അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കൂ, നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ടാവും ആ ജോലി ചെയ്യുന്നത്, അല്ലേ? വി വുഡ് ഫൈൻഡ് പീസ് ഇൻ ദ പ്രൊഫഷൻ വി ആർ വർക്കിംഗ് ഓൺ, അല്ലേ? ഇപ്പം കറപ്ഷനെതിരെയാണ്, ഈ നാട് നന്നാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിൽ കയറിയിട്ട് നമ്മുടെ ഹയർ ഒഫീഷ്യൽ പറഞ്ഞ് നമ്മളൊരു കറപ്ഷന് കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഓക്കെ, രാജിവെച്ചിട്ട് പോകാൻ തോന്നാം ചിലപ്പോൾ. ഓക്കെ, സോ അങ്ങനെയുള്ള ഇഷ്യൂ വരാം. പക്ഷേ ഹാർമണിയിലാണെങ്കിൽ എന്ത് പറ്റും? മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ് ഉണ്ടാവും. സിൻസ് there is harmony between the ethics and values the person following both spheres of life. Okay, let's say both spheres of life, it helps in avoiding stress and anxiety. അനാവശ്യ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഈസി ആയിട്ട് ഒഴിവാക്കാം. Peace and harmony in society, if people practice the same ethics in public and private sphere, the chances of peace and harmony increase. ഓക്കെ, നേരത്തെ പറഞ്ഞ പീസും ഹാർമണി. ഓക്കെ, സൊസൈറ്റിയിൽ ക്രൈം റേറ്റ്സ് കുറയും. അതായത് പബ്ലിക് ലൈഫ് എന്ന് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല, പബ്ലിക് ആസ് എ സൊസൈറ്റി ലെവലിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുകയാണ്. കൂടുതലും ആ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ മതി. ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വരാം, അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ഓക്കെ, അപ്പം പബ്ലിക് ലൈഫ് എല്ലാവരും നല്ല എത്തിക്കലായിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പീസ് ആൻഡ് ഹാർമണി ഉണ്ടാകും, അല്ലേ? അതിന് ഉദാഹരണമായിട്ട് സ്കാൻഡിനേവിയൻ നേഷൻസിന്റെ കഥ പറയാം. അവിടെ ക്രൈം റേറ്റ്സ് കുറവാണല്ലോ. ആ ഒരു എക്സാമ്പിൾ വെച്ച്, സോ ക്രൈം റേറ്റ്സ് ഇൻ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് എഴുതാം നമുക്ക് അവിടെ. ഓക്കെ, ലെറ്റ് മീ ആഡ് ഇറ്റ്. ഓക്കെ, ഇനി ഇന്നോവേഷൻ ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതാണ്. സോ പക്ഷെ നമ്മൾ സ്റ്റാറ്റസ് കോ ആണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രൊഫഷണൽ എത്തിക്കലാണ് പോകുന്നതെങ്കിൽ there would be
ഭയങ്കര മനപ്രയാസം ഉണ്ടാവും അല്ലേ. ബട്ട് അങ്ങനെ ഇന്നോവേറ്റീവ് ആയ ഒരാൾ അവിടെയും പോയി ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു എത്തിക്സ് തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ടി എൻ ശേഷനെ പോലുള്ള ആൾക്കാരെ കിട്ടും. സോ ടി എൻ ശേഷൻ എന്താണ് ചെയ്തത്, നമ്മുടെ 10ാമത്തെ എന്തോ ലൈക് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. സോ പുള്ളി ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു അല്ലേ. സോ അതിനെപ്പറ്റി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ക്ലാസ് എടുക്കുന്നു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. സോ ടി എൻ ശേഷൻസ് ഇന്നോവേറ്റീവ് ECI റിഫോംസ്, ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ചെയർമാൻ ആയിരുന്നു. സോ റിഫോംസ് ഡെസ്പൈറ്റ് അതേഴ്സ് നോട്ട് റെഡി ടു ടേക്ക് ദാറ്റ് റിസ്ക്, പാർട്ട് ഓഫ് ഹിസ് പേഴ്സണൽ ക്വാളിറ്റീസ്. അത് ബാക്കി ആരും തയ്യാറാവാൻ നിന്നപ്പോഴാണ് പുള്ളി അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് ആരെയും വകവെക്കാതെ, ലൈക്ക് ഹി വാസ് ഷുവർ ദാറ്റ് ഹി വാസ് ഡൂയിങ് ദ റൈറ്റ് തിങ് ആൻഡ് ഹി ഇവൻച്വലി ഡിഡ് ഇറ്റ്. സോ അനദർ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്, ഈ ഹാർമണി എപ്പോഴും നല്ലത് തന്നെയാണോ? ലൈക്ക് we were talking about it, like private public sorry private and public ലൈഫിലെ എത്തിക്സ് ഇൻ ഹാർമണി, അതാണെങ്കിലുള്ള ഗുണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഇത് ശരിക്കും ആവശ്യമുണ്ടോ, എപ്പോഴും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മോശം സംഭവം ഉണ്ടോ? ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് വി ക്യാൻ ആഡ്. ഓക്കെ, അതിന്റെ ജസ്റ്റ് ഒരു സെന്റൻസോ 2 സെന്റൻസോ ഒക്കെ എഴുതാൻ പറ്റിയാൽ മതി. നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. സ്റ്റാഗ്നേഷൻ ഇൻ സൊസൈറ്റി, അതായത് എല്ലാവർക്കും ഐഡന്റിക്കൽ എത്തിക്കലാണെന്ന് വിചാരിച്ചോ, ലൈക്ക് എല്ലാവർക്കും ഐഡന്റിക്കൽ എത്തിക്സ് ആണെങ്കിൽ അതിനൊരു ഉദാഹരണം പറയുക, ഒരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന എല്ലാവരും പറയുന്നത് കറപ്ഷൻ നല്ലതാണ്. ഓക്കെ, ഫുള്ളി കറക്റ്റഡ് ആയി പോകൂലേ? ഓക്കെ, സോ ആ ഹാർമണി, ഇപ്പം ആ വാല്യൂ ലൈക്ക് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ നെഗറ്റീവ് വാല്യൂ പബ്ലിക് ലൈഫിലും ഉണ്ടാകുന്നു. ഇപ്പൊ കറപ്റ്റഡ് ആവുക എന്നുള്ളൊരു നെഗറ്റീവ് വാല്യൂ ഒരു പേഴ്സൺ ഉണ്ട്, പബ്ലിക് സ്പിയറിലും അയാൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? യാ, അതാണ് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു ഡയമെൻഷൻ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയാം, ടി എൻ ശേഷൻ ഇപ്പൊ എല്ലാവരെയും പോലെ സ്റ്റാറ്റസ് കോ റിമെയിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ഇലക്ഷൻ ഇത്ര ട്രാൻസ്പെറന്റ് പരിപാടിയായിട്ടൊന്നും നടക്കൂലായിരുന്നു. ഓക്കെ, സോ അതിന് പോസിറ്റീവ് ആയിട്ടൊരു എക്സാമ്പിൾ എഴുതി. ഗ്രൂപ്പ് ഡിസിഷൻ മൈ ജസ്റ്റിഫൈ സെവറൽ റോങ് ഡൂയിങ്സ് അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരേ എത്തിക്സ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസിഷൻ എല്ലാം അത്ര നല്ല ഡിസിഷൻസ് ആവണമെന്നില്ല, പല തെറ്റുകളും ന്യായീകരിക്കപ്പെടാം. ഓക്കെ, അതായത് പഞ്ചായത്ത്സ് ഇൻ ഇന്ത്യ are usually gender bias and justifies honor killing and all അല്ലേ. അതായത് അവിടുത്തെ എല്ലാവരുടെയും സെയിം എത്തിക്സ് ആണ്, ലൈക്ക് അത് ശരിയാണെന്നുള്ളതില്ല, ലൈക്ക് ദേ വാല്യൂസ്, ഒരു മിനിറ്റ്, അവരുടെ വാല്യൂ കാര്യങ്ങളും എല്ലാം പേട്രിയാക്കിയും അതുപോലുള്ള നെഗറ്റീവ് വാല്യൂവിൽ നിന്നാണ് അവിടെ വാല്യൂസും എത്തിക്സും ഉണ്ടാക്കിയത് പഞ്ചായത്തിൻ്റെ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ഓണർ കില്ലിങ്, ഫീമെയിൽ ഫീറ്റിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർട്ടൻ പഞ്ചായത്ത് എഴുതിയാൽ മതി കേട്ടോ, വി കാൺട്ട് ജസ്റ്റ്, നമുക്ക് അങ്ങനെ എടുത്തടിക്കാൻ പറ്റില്ല. ഓക്കെ, സർട്ടൻ പഞ്ചായത്ത് ഇൻ ഇന്ത്യ ആർ യൂഷ്വലി ജെൻഡർ ബയസ്ഡ് ആൻഡ് ജസ്റ്റിഫൈസ് ഓണർ കില്ലിങ്, ഫീമെയിൽ ഫീറ്റിസൈഡ് എക്സെട്ര. ഓക്കെ അല്ലേ? അതായത് ആ ഹാർമണി ഉണ്ട് ആക്ച്വലി അവിടെ. അതായത് നെഗറ്റീവ് വാല്യൂ ആണ്, അത് ആ കൂട്ടത്തിൽ എല്ലാവർക്കും ആ വാല്യൂ അംഗീകരിക്കപ്പെടും, പബ്ലിക് ലൈഫിലും അത് അംഗീകരിക്കപ്പെടുന്ന ഹാർമണിയാണ്. പക്ഷേ വി നോ ദാറ്റ്സ് നോട്ട് എത്തിക്കൽ. ഓക്കെ, സോ ഈ ഒരു പെർസ്പെക്റ്റീവ് ജസ്റ്റ് നമ്മളൊരു ന്യൂ പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ പബ്ലിക് ഓർ പ്രൈവറ്റ് എത്തിക്സ് മേ നോട്ട് ആൾവേസ് ബി റൈറ്റ്. ഓക്കെ, അതൊരു നല്ല പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ താലിബാൻ അവിടെ ചെയ്തു കൂട്ടുന്നത് വുമൺ എഡ്യൂക്കേഷൻ ഇല്ലാണ്ടാക്കി, അതുപോലെ വുമൺ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഇത് അവരുടെ പബ്ലിക് എത്തിക്സ് ആണ്, അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ അവർ കൊണ്ടുവന്ന ഒരു എത്തിക്സ് തന്നെയാണത്. ബട്ട് ഇറ്റ്സ് നോട്ട് ആൾവേസ് റൈറ്റ്. അത് ശരിയായ ഒരു കാര്യമാണോ? അല്ല. സോ ഹാർമണി ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എത്തിക്സ് ഡസന്റ് ആൾവേസ് മീൻ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, സോ എത്തിക്സിൽ നമുക്ക് എല്ലാം അങ്ങ് നല്ലതാണെന്ന് പറഞ്ഞു വെക്കാൻ പറ്റില്ല. വി ക്യാൻ ആഡ് സച്ച് ഡയമെൻഷൻസ് ആൾസോ. ആൻഡ് ആപ്ലിക്കേഷൻ ലെവൽ വി വിൽ സീ വൈൽ ഡൂയിങ് അവർ ആൻസർ റൈറ്റിംഗ് സെഷൻസ്. ഇനി എന്ത് പറ്റും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ് എത്തിക്സിൽ ഒരു പോരായ്മ ഉണ്ടാവും, അത് അത്ര ഹാർമണിയിൽ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഹാർമണിയിലാവുമ്പോൾ പറ്റിയ ഗുണങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു അല്ലെ. ഇന്നോവേറ്റീവ്നെസ് ഉണ്ടായി, എഫിഷ്യൻസി കൂടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പെറൻസി അടിപൊളിയായിട്ട് നടക്കും. ഇനി ഹാർമണി ഇല്ല,
ലൈക്ക് ഞാൻ സത്യസന്ധത ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പുറത്ത് എന്നെ കൊണ്ട് കറക്ഷൻ ചെയ്യിക്കും പബ്ലിക് ലൈഫിൽ. ഓക്കെ, എൻ്റെ ഹാർമണി ഇല്ലെങ്കിൽ എന്ത് പറ്റും? മനപ്രയാസമായിരിക്കും, അതെന്തായാലും പറയാം. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പം ഇനി ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്, അയാള് ഇപ്പം ചില കോൺഗ്രസ് അല്ലെങ്കിൽ വേണ്ട പാർട്ടി പരമായി പോണ്ട. ഓക്കെ, ഇപ്പൊ ചില ലീഡേഴ്സിനെയൊക്കെ ലൈക്ക് അവർക്ക് നല്ല വാല്യൂസ് ഉണ്ടെന്ന് അറിയാം, ബട്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പ് പ്രഷർ കാരണം അല്ലെങ്കിൽ പല കാര്യങ്ങൾ കാരണം അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയി പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മളൊരു മോഡേൺ ഇന്ത്യ എന്നൊരു എക്സാമ്പിൾ എടുത്ത് അത് പറയുന്നുണ്ട്. ഇൻകൺസിസ്റ്റൻസി ഇൻ ബിഹേവിയർ. കേശവ് ചന്ദ്ര സെൻ ചൈൽഡ് മാരേജിനെതിരെ വാദിച്ചൊരു പുള്ളിയായിരുന്നു അല്ലേ? പക്ഷേ എന്ത് ചെയ്തു? സ്വന്തം മകളെ, അണ്ടർ ഏജ് ആയ മകളെ ഒരു മഹാരാജൻ പെണ്ണ് വെച്ചപ്പോ കെട്ടിച്ചു. സോ സീ ദാറ്റ് ഇൻകൺസിസ്റ്റൻസി ഇൻ ബിഹേവിയർ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഭയങ്കര ഭയങ്കര ഒരു എക്സാമ്പിൾ ആണത്. വി ആർ ട്രൈങ് ടു ലിങ്ക് ടു അതർ GS പേപ്പർ. GS1 ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇതൊക്കെ എഴുതി എന്തായാലും നല്ലൊരു എക്സാമ്പിൾ, നല്ലൊരു മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ഹാർമണി അല്ലെങ്കിൽ അതായത് പേഴ്സണൽ എത്തിക്സും പബ്ലിക് എത്തിക്സും കോൺഫ്ലിക്റ്റിലായാൽ അത് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യാം. അത് ഉദാഹരണമായിട്ട് പറയാം, നെപ്പോട്ടിസം, ഫേവറേറ്റിസം. ഓക്കെ, ഇറ്റ് അണ്ടർമൈൻസ് പ്രൈവസി ആൻഡ് ഇന്റിമസി ഓഫ് പ്രൈവറ്റ് ലൈഫ്. സോറി, യാ യാ അതായത് പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ വലിയ വലിയ വാല്യൂസ് ഫോളോ ചെയ്യുന്നു, പക്ഷെ പബ്ലിക് ലൈഫിലാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കയറ്റിവിടാൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഒരുത്തങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ? ഇതെല്ലാം എന്ത് പറ്റും? നെപ്പോട്ടിസം, ഫേവററ്റിസം ഒക്കെ ഉണ്ടാക്കും. ഫിലിം ഇൻഡസ്ട്രി, പൊളിറ്റിക്സിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കാണാറുണ്ട് അല്ലേ? മഹാഭാരതത്തിൽ നിന്ന് നമുക്കൊരു എക്സാമ്പിൾ കൊണ്ടുവരാം. ധൃതരാഷ്ട്രർ പുള്ളിയുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് റിലേഷൻഷിപ്സ് ഒന്ന് എന്താണ്, സോറി സോൺ ഔട്ടായി. ഓക്കെ, പുള്ളിയുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് റിലേഷൻഷിപ്സ് കൂട്ടിക്കലർത്തിയപ്പോഴാണ് ആ ഇഷ്യൂസിന്റെ ഒരു തുടക്കം അല്ലേ? സോ നമ്മൾ മഹാഭാരത ഇതിന്റെ ലൈക്ക് നമുക്ക് ഒരുപാട് കൊണ്ടുവരാൻ പറ്റും ആക്ച്വലി. സോ നിങ്ങളിപ്പോൾ അത് അധികം തേടി പോണ്ട. ലൈക്ക് നമ്മുടെ ആൻസർ റൈറ്റിംഗ് തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു സെക്ഷൻ, ലൈക്ക് ഒരു മിനി സെക്ഷൻ വയ്ക്കുന്നുണ്ട് മഹാഭാരതത്തിലെ കുറച്ച് എക്സാമ്പിൾസ്. അത് നമുക്ക് എത്തിക്കൽ വാല്യൂസ് ആയിട്ട് ലിങ്ക് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് വരുന്നു. ഓക്കെ, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻട്രി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ മൂവിങ് ഓൺ. So difficulty to follow personal ethics in public sphere at all times. Example, a doctor doing an abortion despite his religious beliefs. Okay. അതായത് ഓക്കെ, ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, ഒരു കോൾ വന്നു, സോറി. സോ ഡിഫിക്കൽട്ടി ടു ഫോളോ പേഴ്സണൽ എത്തിക്സ് ഇൻ പബ്ലിക് സ്പിയർ അറ്റ് ഓൾ ടൈംസ്. അതായത് നമുക്ക് പേഴ്സണൽ എത്തിക്സ് എപ്പോഴും പബ്ലിക് ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ അബോർഷന്റെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ആ ഒരു ഡോക്ടറാണ്, പക്ഷെ ഡോക്ടറിന്റെ റിലീജിയസ് ബിലീഫ്സ് കാരണം ഡോക്ടർ വിശ്വസിക്കുന്ന അബോർഷൻ വളരെ തെറ്റാണ്, ഇറ്റ്സ് ആൻ അൺഎത്തിക്കൽ പ്രാക്ടീസ് ടു ഡു. പക്ഷേ പുള്ളിക്ക് ഒരു ജോലി കിട്ടിയേക്കുവാണ് അബോർഷൻ ചെയ്യാൻ. ഓക്കെ, പുള്ളിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ ആ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം, വാട്ട് എവർ, അല്ലെങ്കിൽ ആ അമ്മയുടെ സ്വന്തം ഡിസിഷൻ ആയിരിക്കാം, വാട്ട് എവർ. ബട്ട് ആ ഡോക്ടറിന്റെ എത്തിക്സിൽ അത് ഭാഗമല്ലായിരുന്നു, പ്രൈവറ്റ് എത്തിക്കൽ അത് ഭാഗമല്ലായിരുന്നു. പക്ഷേ പബ്ലിക് ലൈഫിലോട്ട് വന്നപ്പോൾ പുള്ളി അത് ചെയ്യാൻ നിർബന്ധിതനായി. ഓക്കെ, അതായത് നമ്മുടെ പ്രൈവറ്റ് എത്തിക്സ് എപ്പോഴും പബ്ലിക് ലൈഫിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ഡയമെൻഷൻ, അതായത് സത്യത്തിൽ ഈ പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും തമ്മിലുള്ള എത്തിക്സിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അതായത് നമുക്ക് നല്ല ദർ ഇസ് നോ വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കബാഡിയ. നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പുള്ളി. ഒരു കേസ് വന്നപ്പോൾ, ലൈക്ക് വേദാന്ത ഗ്രൂപ്പ്, ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു കേസ് വന്നപ്പോൾ ആക്ച്വലി പുള്ളി ആ കേസ് വാദിക്കുന്ന നിന്ന് വിട്ടുനിന്നു. അതിന് കാരണമായിട്ട് പറഞ്ഞത് പുള്ളി ആ ഗ്രൂപ്പിന്റെ ലൈക്ക് കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് ഷെയർ ഉണ്ട്. സോ പുള്ളി അത് ചെയ്യുന്നത് പുള്ളിക്ക് അപ്പൊ പുള്ളി വിധി വന്നാൽ അവിടെ അക്യൂസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ പുള്ളിയുടെ ഷെയർ പ്രൈസിനെ ബാധിക്കും എന്നുള്ള പേടിച്ച് പുള്ളിക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു ആ ഒരു വിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം.
സോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പുള്ളി ആ ഒരു വിധി കൊടുക്കുന്നതിൽ നിന്ന് മാറി നിന്നു. പുള്ളി അത് തുറന്നടിച്ച് പറഞ്ഞു. കഴിഞ്ഞ പോലെ സെബിക്കും എതിരെ ഇങ്ങനെ ഒരു അക്യൂസേഷൻ വന്നിരുന്നു. ആക്ച്വലി ദേ ഹാവൻ ഡൺ ദ റൈറ്റ് തിങ്. ഐ മീൻ അത് എഴുതണ്ട, ലൈക്ക് അതധികം കേസും കാര്യങ്ങളൊക്കെ പോയത്. പക്ഷെ ഇവിടെ നമുക്ക് എഴുതാം, സീഷൽസ് എഴുതിയ ചെയ്ത വളരെ നല്ലൊരു പ്രവൃത്തിയായിരുന്നു. അതായത് ഈ ആ കേസ് വാദിച്ചില്ല, കാര്യം തുറന്നു പറഞ്ഞു, ആ കേസിൽ നിന്ന് പിൻവാങ്ങി, അത് വേറെ ജഡ്ജിന് കൊടുത്തേരും. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ ഐ നോ, വാല്യൂസ്, ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആൻഡ് പബ്ലിക് ലൈഫ്, ഇത് മൂന്നും ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ചെറിയൊരു ഇന്റർലിങ്കേജ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ചാപ്റ്ററിൻ്റെ കൂടെ എടുത്തത്. ആക്ച്വലി ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ചാപ്റ്ററുകളിൽ, ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻസ് വരുന്ന ചാപ്റ്ററുകളിലെല്ലാം പഠിക്കുന്നുണ്ട്. ഹ്യൂമൻ വാല്യൂസ് ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഓക്കെ, സോ അറിയാം കുറെ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് അറിയാം. ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കായിട്ട് ആദ്യമായിട്ടുള്ള എക്സ്പോഷർ അത് ഇത് മതി. ഓക്കെ, സോ സോ നമ്മുടെ നെക്സ്റ്റ് സെഷൻ നമ്മുടെ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. സോ അവർ നെക്സ്റ്റ് സെക്ഷൻ ഇതിന്റെ ആൻസർ റൈറ്റിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടുവരാൻ. ആൻഡ് ഇപ്പം ഫസ്റ്റ് ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ആൻഡ് കൂടുതൽ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ എത്തിക്സ് എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യമൊന്നുമല്ല, വി ക്യാൻ ജസ്റ്റ് ക്രാക്ക് ഇറ്റ് ത്രൂ കോമൺ സെൻസ്. ഓക്കെ, നമ്മളിപ്പോൾ എത്തിക്സ് ഏതെങ്കിലും നിങ്ങൾ നോട്ട് എഴുതുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു ആൻസർ എഴുതുമ്പോഴായാലും ആദ്യം ചിന്തിക്കേണ്ട നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ട. ഈ ഒരു ചോദ്യം നമ്മൾ സിവിൽ സർവീസ് ഒക്കെ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് വന്ന് ചോദിച്ചാലും നമ്മൾ എന്തായിരുന്നു ചിന്തിക്കുന്നത്? ഓക്കെ, ആ ചിന്തയിൽ നിന്നൊന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, അത് മതി. അവിടാണ് നമുക്ക് കോമൺ സെൻസും നമ്മുടെ ബാക്കി നോളജ്, ലൈക്ക് കോമൺ സെൻസിക്കൽ നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ താങ്ക് യു ഓൾ. Thank you for your support. Have a great day. Bye bye.